ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ സഹോദരി സഹോദരങ്ങളെ, ഷെക്കന ന്യൂസിലൂടെ ഈ ദിനങ്ങളിൽ കർത്താവ് നമുക്കായി നൽകുന്ന വചനവിരുന്നാണ് കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥം. നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 73-ാം സങ്കീർത്തനം 25-ാം വചനത്തിൽ സങ്കീർത്തന വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തകനായ ആസാഫിന്റെ ഉറച്ച തീരുമാനമായിരുന്നു, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. സ്വർഗത്തിലെ മലാഖമാരോ പ്രവാചകരോ സ്വർഗത്തിൻ്റെ മഹത്വമോ തേജസ്സോ സ്വർഗീയ ഇടങ്ങളിലുള്ള പവിഴങ്ങളോ മുത്തുകളോ രത്നങ്ങളോ സ്വർഗീയ വസ്തുക്കളോ ഒന്നുമല്ല. സ്വർഗത്തിൽ നമ്മുടെ കർത്താവുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. ആസാഫ് പ്രാർത്ഥിക്കുകയാണ്, സ്വർഗത്തിൽ അങ്ങേ അല്ലാതെ എനിക്ക് ആരാണുള്ളത്? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഡിവോഷനും അത് കർത്താവിനോട് മാത്രമായിരിക്കണം. ഭൂമിയിൽ അങ്ങേ അല്ലാതെ ഞാൻ മറ്റാരെയും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ് കർത്താവിനോടും അവിടുത്തെ പരിശുദ്ധ വചനത്തോടുമായിരിക്കണം. ഈ ലോകത്തിലെ മറ്റൊന്നിനും നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അടിയുറയ്ക്കണം. പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ വേരുപാകി ജീവിക്കുക. ആർക്ക് എന്നെ അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയും? ആർക്കും സാധ്യമല്ല. എൻ്റെ സഹോദരങ്ങളെ, കർത്താവുമായിട്ടുള്ള ഒരു വിട്ടുപിരിയാത്തൊരു ബന്ധത്തിലേക്ക്, ആ കമ്മ്യൂണിയൻ, ആ ഇന്റിമസി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ആനന്ദിക്കാം. ദൈവവചനത്തിൻ്റെ പൊരുളുകൾ ആത്മാവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിനപ്പുറം കർത്താവിനോടൊപ്പം നമുക്കൊരു നിത്യതയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തുകയാണ്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുന്നത് എത്രയോ വലിയ ഭാഗ്യമാണെന്ന് ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ കൃപയോടെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. എൻ്റെ സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 21-ാം അധ്യായം 27-ാം തിരുവചനം നമ്മൾ പല പ്രാവശ്യം ഈ തിരുവചന ശുശ്രൂഷകളിൽ വായിച്ച് ധ്യാനിച്ച വചനമാണ്. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുക എന്നുള്ളത് എത്രയോ മഹാഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്, കർത്താവിനോട് കൂടെ നമ്മുടെ നിത്യത ചെലവഴിക്കുക എന്നുള്ളതാണ്.
നമുക്ക് നിത്യമായൊരു ഗേഹം സ്വർഗീയ ഭവനത്തിലുണ്ട്. കർത്താവ് നമുക്കായി ഭവനം പണിയുകയാണ്. ആ പണി പൂർത്തിയാകുമ്പോൾ കർത്താവ് വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണിത്. ഈ ഒരു അർത്ഥത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. പരിശുദ്ധ വചനം പറയുന്നു, ഭൗമികമായതു മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നമ്മൾ അനേകർ ഭാരതത്തിന്, ഇന്ത്യയുടെ പൗരത്വമുള്ളവരാണ്. നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുകയാണ്, നമുക്ക് മറ്റൊരു പൗരത്വമുണ്ട്, മാറിപ്പോകാത്ത, ഇളക്കം സംഭവിക്കാത്ത, എന്നേക്കും നിലനിൽക്കുന്ന മറ്റൊരു പൗരത്വം. അത് സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗീയ പൗരത്വമുള്ളവരാണ്. എന്തൊരു ഉറപ്പോടുകൂടിയാണ് പൗലോസ്ലീഹ ഈ സത്യം സഭയെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ സ്വർഗീയരാണ്. നമ്മൾ സ്വർഗത്തിന് അവകാശമുള്ളവരാണ്. നമ്മൾ സ്വർഗം കണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ശാശ്വതമായ ഭവനവും പൗരത്വവും സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മെ അറിയിക്കുന്നു. സ്വർഗം ഒരു കെട്ടുകഥയല്ല സഹോദരങ്ങളെ. ചിലരെങ്കിലും ചോദിച്ചേക്കാം, ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? സ്വർഗത്തിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വർഗം എവിടെയാണ്? ഇപ്രകാരമുള്ള 100 ചോദ്യങ്ങൾ അനേക മനുഷ്യ മനസ്സുകളിൽ ഉയരുന്നുണ്ടാകാം. സഹോദരങ്ങളെ, പരിശുദ്ധ വചനത്തിൽ ഏകദേശം 500-ലധികം സ്വർഗം എന്ന വാക്ക് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വചന വിഷയമാണ് സ്വർഗം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, പൗലോസ്ലീഹ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ എന്താണ് തിരുവചനം പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ ജീവിക്കുവിൻ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും കർത്താവിനോട് ചേർന്നുള്ളൊരു ജീവിതം, ക്രിസ്തുവിലുള്ള ജീവിതം, കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അവിടുത്തെ കരം പിടിച്ചുള്ളൊരു ജീവിതം. ഇപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്കാണ്, അവർക്ക് മാത്രമാണ് കർത്താവിനോട് കൂടെ നിത്യത ചെലവഴിക്കുവാൻ കഴിയുന്നത്. ഈ സത്യം നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുവിൻ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സ്വന്തമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. ഈ ലോകത്തിനതല്ലാത്തതുപോലെ ക്രിസ്തുവിൽ, കർത്താവിൽ ജീവിക്കുക, പരിശുദ്ധാത്മാവിൽ ജീവിക്കുക, ആത്മാവിൽ ജീവിക്കുക. പൗലോസ്ലീഹ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:25 വരിക. അവിടെ വ്യക്തമായി ഈ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിലായിരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ ആത്മാവിൽ ജീവിക്കുക, ആത്മാവിൽ നടത്തപ്പെടുക, ആത്മാവിൽ നയിക്കപ്പെടുക, ആത്മാവിൽ ആശ്രയിക്കുക, ആത്മാവിന്റെ പരിപാലനയിൽ ശരണപ്പെടുക, ആത്മനിറവോടെ ജീവിക്കുക. എത്ര മഹനീയമായൊരു ജീവിതമാണത്! ഇപ്രകാരം ജീവിക്കുന്നവർക്കാണ് കർത്താവിനോട് കൂടെ നിത്യഗേഹമായ സ്വർഗത്തിൽ വസിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ നിത്യഗേഹം സ്വർഗമാണ്. നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ
നമുക്ക് ചെലവഴിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കണം, ആത്മാവിൽ ജീവിക്കണം. ഇപ്രകാരം ജീവിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന, കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന മഹനീയമായ വാസസ്ഥലമാണ് സ്വർഗം. സ്വർഗം പൗലോസ്ലീഹ ഈ സത്യസഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വചനം. ആ വചനം എല്ലാവരും ഉച്ചത്തിൽ വായിച്ച്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ആരും അത് കണ്ടിട്ടില്ല, അതെങ്ങനെയാണെന്ന് കൃത്യമായി കേട്ടിട്ടില്ല. മനുഷ്യ മനസ്സ് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം തന്നെ സ്നേഹിക്കുന്നവർക്കായി, ആ വചനം ശ്രദ്ധിച്ച്, കർത്താവിനെ ആരെല്ലാം സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്നവർക്കായി, തന്നോട് വിശ്വസ്ത പുലർത്തുന്നവർക്കായി, തന്നിൽ ആശ്രയിക്കുന്നവർക്കായി, തന്നോട് ചേർന്ന് ജീവിക്കുന്ന ആത്മാക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലമാണ് സ്വർഗം. കരമടിച്ച കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനുഷ്യന്റെ കണ്ണുകൾ കണ്ടിട്ടില്ല, മനുഷ്യ കാതുകൾ കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിന് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അതത്രയും മഹത്തരമാണ്, സമ്പന്നമാണ്, ശ്രേഷ്ഠമാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാം എത്തിച്ചേരുന്ന കർത്താവിന്റെ നിത്യ ഗേഹമാണ് സ്വർഗം. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ പ്രത്യാശ ആരാ? നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മൾ എന്തിനാ പ്രത്യാശ വെച്ചിരിക്കുന്നത്? നമ്മുടെ ബിസിനസ്സിലാണോ? നമ്മുടെ ആരോഗ്യത്തിലാണോ? നമ്മുടെ സമ്പത്തിലാണോ? നമ്മുടെ വസ്തുവകകളിലാണോ? എനിക്കിഷ്ടം പോലെ സ്ഥലമുണ്ട്, ഒരു പ്രശ്നം വരുമ്പോൾ ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ധാരാളം പൈസ കിട്ടും, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? മിടുമിടുക്കരായ മക്കളിലാണോ നീ ആശ്രയം വച്ചിരിക്കുന്നത്? നിന്റെ സൗന്ദര്യത്തിലാണോ? നിന്റെ ബന്ധങ്ങളിലും സ്ഥാനമാനങ്ങളിലും സ്വാധീനങ്ങളിലുമാണോ? സഹോദരങ്ങളെ, നമ്മുടെ പ്രത്യാശ ആരിലാണ്? നമ്മുടെ പ്രത്യാശ എന്തിലാണ്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം, ആരിലായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം, നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിന്റെയും കൽപ്പനയാൽ. അപ്പൊ ആരാണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവ് യേശുവാണ്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ്? ആരിലാണ് നമ്മുടെ പ്രത്യാശ? പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, കർത്താവായ യേശുവിൽ. യേശുവാണ് നമ്മുടെ പ്രത്യാശ. എന്റെ സഹോദരങ്ങളെ, ഈ പ്രത്യാശയാണ് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുകയാണ്. ആ പ്രത്യാശയുടെ ലക്ഷ്യം എന്താണ്? കർത്താവിനോട് കൂടെ നിത്യത മുഴുവൻ ചെലവഴിക്കുക. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, പൗലോസ്ലീഹയ്ക്ക് ഈ ബോധ്യം ഉണ്ടായിരുന്നു, ഈ പ്രത്യാശയുണ്ടായിരുന്നു. കർത്താവിന്റെ വചനത്തെ പ്രതി എന്തുമാത്രം സഹനങ്ങൾ ഏറ്റെടുത്തവന പൗലോസ്ലീഹ. സത്യവിശ്വാസത്തെ പ്രതി ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു, പ്രതിസന്ധികളെ നേരിട്ടു, ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായി, അനേകം പ്രാവശ്യം ജയിലിൽ കിടന്നു, കല്ലേറുകൊണ്ടു, മരണവക്രത്തിൽ അകപ്പെട്ടു, വടികൊണ്ട് അടിക്കപ്പെട്ടു, കടലിൽ ഒഴുകി നടന്നു, അനേകർ അദ്ദേഹത്തെ പീഡിപ്പിച്ചു, മർദ്ദിച്ചു, കൂടെ നിന്നവര് പോലും ഒറ്റിക്കൊടുത്തു, തള്ളിക്കളഞ്ഞു. കൊടിയ സഹനങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ പൗലോസ്ലീഹ കടന്നുപോയി. എന്നാൽ ഈ സഹനത്തിന്റെ തീച്ചൂളയിൽ നിന്ന് പൗലോസ്ലീഹ വിളിച്ചു പറഞ്ഞു, ഞാൻ നിരാശപ്പെടുന്നില്ല, എനിക്ക് നിരാശയില്ല.
ഞാൻ ഭഗ്നാശനാകുന്നില്ല. എന്റെ പ്രത്യാശ എന്റെ കർത്താവ് യേശുവിലാണ്. സ്തുതിക്കുന്നു. ഞാൻ ആരിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാര്യങ്ങളെല്ലാം സുഗമമായി ക്രമമായി എല്ലാം ഭംഗിയായി പോകുമ്പോഴല്ല പൗലോസ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. തനിക്കെല്ലാം പ്രതികൂലമാണ്, എല്ലാം പ്രതികൂലമാണ്. ഈ പ്രതികൂലത്തിന് നടുവിൽ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു, ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിലല്ല, ലോകവസ്തുക്കളിലല്ല, ലോക മനുഷ്യരിലല്ല, കർത്താവായ യേശുവിലാണ്. ജീസസ് എന്റെ ഹോപ്പ്, എന്റെ നിത്യമായ പ്രത്യാശ എന്റെ കർത്താവാണെന്ന് പൗലോസ് ഉച്ചത്തിൽ പ്രഘോഷിക്കുകയാണ്. സഹോദരങ്ങളെ, കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16, 17, 18 തിരുവചനങ്ങൾ നിർത്തി ഉച്ചത്തിൽ ഗ്രഹിച്ചുകൊണ്ട് വായിക്കുക വചനം. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. 16-ാം തിരുവചനം. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. 18-ാം വചനത്തിൽ പറയുന്നു, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത ആ സ്വർഗഗേഹം, ആ സ്വർഗീയ ഭവനം, ഞങ്ങൾ അതിലേക്കാണ് നോക്കുന്നത്. ഞങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കല്ല, ഈ ലോകത്തിന്റെ നിറങ്ങളിലേക്കല്ല. അദൃശ്യമായ ഈ മനുഷ്യ കണ്ണുകൾ കൊണ്ട്, ഈ മനുഷ്യ കാതുകൾ കൊണ്ട് കേൾക്കാനോ കാണാനോ കഴിയാത്ത സ്വർഗഗേഹത്തിലേക്കാണ് ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്നാ ഒരു പ്രത്യാശ സഹോദരങ്ങളെ! ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ആത്മാവിന്റെ ആനന്ദം നിറയുക. സ്പിരിറ്റ് എന്നെ ഉണർത്തുകയാണ് സഹോദരങ്ങളെ. ആത്മാവിന്റെ ആനന്ദം, നമ്മുടെ ശാശ്വതമായ പ്രത്യാശ കർത്താവായ യേശുവാണ്. അവൻ നമുക്കായി ഒരുക്കുന്ന നിത്യഗേഹമാണ് സ്വർഗം. അത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. അത് അനശ്വരങ്ങളാണ്. ഈ ഒരു പ്രത്യാശയുള്ളവർക്ക് ഈ ലോകത്തിലെ സഹനങ്ങള്, ഈ ലോകത്തിലെ ഒറ്റപ്പെടുത്തലുകള്, ഈ ലോകത്തിലുണ്ടാകുന്ന കളിയാക്കലുകള്, ഈ ലോകത്തിലുണ്ടാകുന്ന ദുരിതങ്ങള്, ദുരന്തങ്ങള്, സങ്കടങ്ങള്, പരാജയങ്ങള്, അവഗണനകള് എന്ത് തന്നെയാവട്ടെ, അതിന് നടുവിൽ അവർ നിരാശപ്പെട്ട് വിഷാദരോഗികളാവുകയില്ല. ശ്രദ്ധിച്ച്, അവർ വിഷാദരോഗികളാവുകയില്ല, അവർ വിഷാദത്തിന് അടിമപ്പെടുകയില്ല. എന്താണ് കാരണം? അവരുടെ പ്രത്യാശ കർത്താവായ യേശുവിലാണ്. തന്നെ സ്നേഹിക്കുന്നവർക്കായി അവൻ ഒരുക്കിയിരിക്കുന്ന ഈ ശ്രേഷ്ഠ ഭവനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പ്രകാരം പാടുന്നത്, നിസാരമാ ഇന്നിൻ ദുഃഖങ്ങൾ, നിസാരമാ നാളെ വരുന്ന മഹിമയോർത്താൻ. ജീസസ്, ഇന്നിൻ ദുഃഖങ്ങൾ, ഇന്നിൻ വേദനകൾ, ഇന്നിന്റെ സഹനങ്ങൾ, ഇന്നിന്റെ നൊമ്പരങ്ങൾ, ഇന്നിന്റെ മുറിപ്പാടുകൾ, ഇന്നിന്റെ പരാജയങ്ങൾ, ഇന്നിന്റെ ദുരിതങ്ങൾ, ദുരന്തങ്ങൾ എല്ലാം നിസ്സാരമാ. ആമേൻ, ആമേൻ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ കാണുന്നു. ഹല്ലേലൂയ. ദൃശ്യങ്ങളായവയല്ല അദൃശ്യങ്ങളായവയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. തുടർന്ന് പൗലോസ്ലീഹ ഉറപ്പോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമേ, ഉണർവോടെ വചനം വായിക്കണമേ. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം 5-1 ഉച്ചത്തിൽ വായിച്ച്, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമിക ഭവനം അതേതാണ്? ഈ ലോകത്തിൽ നമ്മുടെ ജീവിതമാണ്.
എത്ര സുന്ദരമായ പാർപ്പിടങ്ങളാണെങ്കിലും, എത്ര വിലപിടിപ്പുള്ള മാളികകളാണെങ്കിലും അതൊക്കെ നശിച്ചു പോകും. ഇതെല്ലാം ഇട്ടേച്ച് നമ്മൾ നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഇതെല്ലാം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത കർത്താവിന്റെ കരങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കുള്ള ആ ഭവനത്തിന്റെ പണി പൂർത്തിയാകുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കുവാൻ ഞാൻ വന്ന് നിങ്ങളെ വീണ്ടും വന്ന് കൂട്ടിക്കൊണ്ടുപോകും. എത്ര ശ്രേഷ്ഠമായ വാഗ്ദാനം, പ്രോമിസാണിത്. എന്റെ സഹോദരങ്ങളെ, ആത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ അറിയുന്നു, മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത, ദൈവത്തിന്റെ കരങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ശാശ്വതമായ ഭവനം, ആർക്കും തട്ടിയെടുക്കുവാൻ കഴിയാത്ത, ആർക്കും ഇളക്കി മാറ്റുവാൻ പറ്റാത്ത ഒരു നിത്യമായ വസതി ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഓ ജീസസ്, കർത്താവേ, ഒരു പ്രത്യാശ ഞങ്ങളെ വളർത്തണമേ. ഈ പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഈ പ്രത്യാശയുടെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. ജീസസ്, കുടുംബങ്ങളിൽ അഭിഷേകം ഒഴുകട്ടെ. സമൂഹങ്ങളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരാത്മാവിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. ഡിപ്രഷനിൽ നിന്ന്, വിഷാദത്തിന്റെ പീഡയിൽ നിന്ന്, നിരാശയുടെ കെട്ടുകളിൽ നിന്ന് പതിനായിരങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ. In the name of Jesus. സ്തുതിക്കുന്ന കർത്താവേ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കർത്താവ് എവിടെയാണ്? കർത്താവിന്റെ വാസസ്ഥലം ഏതാ? പരിശുദ്ധ വചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:34 നമുക്കെടുക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയരുത്, സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയട്ടെ, സ്വർഗം ഒരു കെട്ടുകഥയല്ല. നമ്മൾ ആരും നേരിട്ട് സ്വർഗം കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ സ്വർഗത്തിൽ വിശ്വസിക്കുന്നത്? നമ്മൾ പലതും കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? നമ്മൾ എത്ര പേര് അമേരിക്കയിലോട്ട് പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചില ചിത്രങ്ങളിലൂടെ, ചില വീഡിയോകളിലൂടെ നേരിട്ട് നമ്മൾ പലരും പോയിട്ടില്ല. ലോകത്തിലെ പലതും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുകയാണ്. അതുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് സാക്ഷ്യം നൽകിയ, സ്വർഗം കണ്ട, സ്വർഗത്തിൽ എത്തിച്ചേർന്ന പല വിശുദ്ധരുടെയും ജീവിത സാക്ഷ്യങ്ങൾ പരിശുദ്ധ സഭയിലുണ്ട്. പ്രവാചകന്മാരുടെ സാക്ഷ്യങ്ങൾ, ചില കന്യകകളുടെ സാക്ഷ്യങ്ങൾ, രക്തസാക്ഷികളുടെ സാക്ഷ്യങ്ങൾ. അതിലേറെ നമ്മുടെ കർത്താവ് സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠിപ്പിച്ചിരിക്കുന്നത് പ്രവാചകരല്ല, രക്തസാക്ഷികളല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. യേശുവാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ സഭ സ്വർഗത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഇത് സഭയുടെ സത്യപ്രബോധനമാണ്. പരിശുദ്ധ സഭയുടെ വിശ്വാസ സത്യമാണ്. 1023 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ
അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും സ്വർഗത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ സഭ പഠിപ്പിക്കുകയാണ് 1024 ഖണ്ഡികയിൽ മതബോധന ഗ്രന്ഥം, പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധ സഭ സ്വർഗത്തെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്വർഗത്തിന്റെ ആ പ്രബോധന അധികാരം സ്ഥിരീകരിക്കുന്നു. ഇത് ഏതെങ്കിലും വ്യക്തിയുടെ ഒരു ഭാവന സൃഷ്ടിയല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം കണ്ടുപിടിച്ച ഒരു സൂത്രവാക്യമല്ല, ഇതൊരു മിഥ്യാ സങ്കല്പമല്ല, ഇതൊരു മുത്തശ്ശി കഥയല്ല. ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. നിത്യത ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ. ഞാൻ പലപ്പോഴും പല ആവർത്തി വായിച്ച് ധ്യാനിക്കുന്നൊരു വചനമാണ്. എസ്തഫാനോസിനെ കുറിച്ചാണ് ആത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 55-ഉം 56-ഉം വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച വചനം വായിക്കാം. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. ആത്മാവിൽ നിറഞ്ഞപ്പോൾ, ആത്മാവിൽ നിറയുന്ന പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത, ഈ ലോകത്തിൽ ജീവിക്കും എന്തൊക്കെ ഞെരുക്കമോ ക്ലേശമോ സഹനമോ ദുരിതമോ എന്തൊക്കെ വന്നാലും അവനും അവളും സ്വർഗം നോക്കി ജീവിക്കും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എസ്തഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ യേശു നിൽക്കുന്നത് കണ്ടു. യേശു നിൽക്കുന്നത് കണ്ടു. 56-ാം വചനം എന്താ പറയുന്നത്? അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ എസ്തഫാനോസ് പ്രഘോഷിക്കുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗം ഒരു കെട്ടുകഥയല്ല സഹോദരങ്ങളെ. അനേകം വിശുദ്ധാത്മാക്കൾക്ക് അത് ദർശിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തിട്ടുണ്ട്. അവർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗ നരക ശുദ്ധീകരണ ദർശനങ്ങള് എത്രയോ വിശുദ്ധാത്മാക്കൾക്ക് തന്റെ കരുണയാൽ കർത്താവ് നൽകിയിരിക്കുന്നു. എസ്തഫാനോസ് സാക്ഷ്യപ്പെടുത്തുക, സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കാണുന്നു. യേശു ദൈവപുത്രൻ, മനുഷ്യപുത്രനായ നമ്മുടെ കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. ഞാനത് കാണുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. പലപ്പോഴും ഈ ലോകത്തിൽ ചില ക്ലേശങ്ങൾ വരുമ്പോൾ നമുക്ക് ചില സങ്കടങ്ങൾ വരും. ഞാൻ ഒരിക്കൽ ഒരു മിഷണറി അനുഭവം ഇപ്രകാരം വായിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ വർഷക്കാലം ആഫ്രിക്കയിൽ പോയി ആ വനാന്തരങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അവിടുത്തെ അപരിഷ്കൃതരായ ആ ഗോത്രങ്ങളോട്, അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് കർത്താവിൻ്റെ വചനം അറിയിച്ചു. വളരെ വർഷങ്ങൾക്ക് ഉള്ള ഈ സുവിശേഷ വേല കഴിഞ്ഞ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അന്ന് വിമാനമാർഗങ്ങളില്ല, കപ്പലിലാണൊരു യാത്ര, ഒരു കൊച്ചു കപ്പൽ. ഈ സമയത്ത് ആ രാജ്യത്തെ വലിയൊരു പ്രഭു കുടുംബത്തിലെ ഒരു പ്രഭു നായാട്ടൊക്കെ കഴിഞ്ഞ് തന്നെ എൻജോയ് ചെയ്ത് അദ്ദേഹം ആ കപ്പലിൽ കയറിയിട്ടുണ്ട്. കപ്പൽ തീരത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഈ വലിയ പ്രഭുവിനെ സ്വീകരിക്കാൻ അനേക മനുഷ്യർ വന്നിരിക്കുകയാണ്, കൊട്ടും കുരവയൊക്കെ ആയിട്ട്. അങ്ങനെ വലിയ മേളങ്ങളോടെ ആർദ്രവമായിട്ടുള്ള ഒരു വരവേൽപ്പ് ഈ പ്രഭുവിന് കൊടുക്കുകയാണ്. വളരെ വർഷങ്ങളായി കഠിനമായ അധ്വാനത്തിലൂടെ കൊടിയ ക്ലേശങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ സുവിശേഷം പങ്കുവെച്ച് അനേകം ജീവിതങ്ങളെ യേശുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിച്ച, അന്ധകാര നിബിഡമായിരുന്ന ആ ദേശാന്തരങ്ങളിൽ
സുവിശേഷത്തിന് അഗ്നി കത്തിച്ച ഈ പാവപ്പെട്ട മിഷണറിയെ സ്വീകരിക്കാൻ ഒരു മനുഷ്യൻ പോലും വന്നില്ല. മാനുഷികമായി നമുക്ക് ചിലപ്പോൾ ദുഃഖമൊക്കെ വരും. അത് സ്വാഭാവികമാണ്. അത് മാരക പാപമൊന്നുമല്ല. അദ്ദേഹത്തിന് ചെറിയൊരു വേദന വന്നു. അന്ന് രാത്രി അദ്ദേഹം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, മൈ സൺ, എൻ്റെ മകനെ, യു ആർ നോട്ട് അറ്റ് ഹോം, യു ആർ നോട്ട് അറ്റ് ഹോം. നീ നിന്റെ ഭവനത്തിലെത്തിയിട്ടില്ല. നീ ഇപ്പോഴും നിന്റെ ഭവനത്തിലെത്തിയിട്ടില്ല. നീ നിന്റെ ഭവനത്തിലെത്തുമ്പോൾ ഈ കൊട്ടും കുറവിയും വാദ്യങ്ങളും ഈ ജനമൊന്നുമല്ല. നീ ആ സ്വർഗീയ ഭവനത്തിലെത്തുമ്പോൾ നിന്നെ സ്വീകരിക്കുവാൻ, എസ്തഫാനോസിന് ആത്മാവിനെ സ്വീകരിക്കുവാൻ യേശു നിൽക്കുന്നതായി അവൻ കണ്ടു എന്ന് പറഞ്ഞതുപോലെ കർത്താവും പരിശുദ്ധ അമ്മ മാതാവും അവസരപിതാവും വിശുദ്ധരും മലാകമാരും രക്തസാക്ഷികളും കന്യകളും സഭാപിതാക്കന്മാരും അസംഖ്യ മാലാക വൃന്ദങ്ങളെല്ലാം സ്വീകരിക്കുകയാണ്. വിശ്വാസത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി സഹിച്ച ജീവിച്ച ഈ ഒരു ആത്മാവിനെ സ്വീകരിക്കാൻ. മൈ സൺ, യു ആർ നോട്ട് അറ്റ് ഹോം. അത് വല്ലാത്തൊരു വാക്ക. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ നമുക്ക് കൊടിയ ദുരിതങ്ങളുണ്ട്. കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. സഹോദര സഹോദരി, നീ അസ്വസ്ഥപ്പെട്ട് നിരാശയിലേക്ക് പോകരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇവിടെ തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആനന്ദമേറെയുണ്ട് യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ. ആനന്ദമേറെയുണ്ട്. ബോധ്യത്തോടെ പാടുകേ, ആനന്ദമേറെയുണ്ട്. ആമേൻ. ആനന്ദമേറെയുണ്ട് യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ. ആനന്ദമേറെയുണ്ട് യേശുവിൻ കൂടുള്ള നിത്യതയോർക്കുമ്പോൾ. ആനന്ദമേറെയുണ്ട്. നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകേണ്ട ഒരു കാര്യം, എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. ശ്രദ്ധയോടെ ഈ തിരുവചന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് തന്നെയാണ് സ്വർഗത്തെക്കുറിച്ച് ഏറ്റവും അധികം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 6:20 വന്നേ, 6:20. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. കർത്താവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടീച്ചിങ് ആണത്. സ്വർഗത്തിൽ, ഈ ലോകത്തിലല്ല, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അപ്പോൾ സ്വർഗമുണ്ടോ? സ്വർഗമുണ്ട് സഹോദരങ്ങളെ. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ കാണാൻ പോകുന്നൊരു വലിയ യാഥാർത്ഥ്യമാണ് ഈ നിത്യമായ സത്യം. സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിൻ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. 12-ാമത്തെ വചനം ഉച്ചത്തിൽ വായിച്ച്, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, സ്വർഗത്തിൽ. ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിനെ പ്രതിയോ, കർത്താവിന്റെ വചനത്തെ പ്രതിയോ, വിശ്വാസത്തെ പ്രതിയോ നമുക്കുണ്ടാകുന്ന ഓരോ സഹനത്തിലും, ക്ലേശങ്ങളിൽ, കഷ്ടതകളിൽ, ദുരിതങ്ങളിൽ, പീഡനങ്ങളിൽ എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. റിജോയ്സ്. നിങ്ങൾ ആഹ്ലാദിക്കുക, നിങ്ങൾ ആനന്ദിക്കുക. സ്വർഗത്തിൽ നിങ്ങളുടെ
പ്രതിഫലം വളരെ വലുതായിരിക്കും. കരം പിടിച്ച കർത്താവ് നന്ദി പറഞ്ഞേ. കർത്താവേ, ഈ പ്രോമിസറി ഓർത്ത് സ്തുതിക്കുന്നു, ഈ വാഗ്ദാനത്തെ ഓർത്ത് സ്തുതിക്കുന്നു, ജീവനുള്ള ഈ വാഗ്ദാനത്തെ ഓർത്ത് ഞങ്ങൾ ഒന്നിച്ച് സ്തുതിക്കുന്നു. നന്ദി 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 കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ, പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ സ്വർഗത്തിൽ സ്വർഗത്തിൽ. മത്തായിയുടെ സുവിശേഷം 6:9 വന്ന് 6-ാം അധ്യായം 9-ാമത്തെ വചനം. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവർ ഫാദർ വാട്ട് ഇൻ ഹെവൻ, സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ പിതാവേ. നമ്മുടെ കർത്താവിന്റെ വാസസ്ഥലം സ്വർഗമാണ്. സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ. ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് എന്ത് വിളിച്ച? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുകൊണ്ട് പറഞ്ഞ്, സ്വർഗം ഒരു കെട്ടുകഥയല്ല, സ്വർഗം ഒരു കെട്ടുകഥയാണ്. സ്വർഗം വലിയ യാഥാർത്ഥ്യമാണ്. സ്വർഗം വലിയ യാഥാർത്ഥ്യമാണ്. മത്തായിയുടെ സുവിശേഷം 13:43 നമുക്ക് പെട്ടെന്ന് ഉച്ചത്തിലെ വചനങ്ങളൊക്കെ വായിക്കുക. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സ്വർഗത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുക, സൂര്യനെ പോലെ തേജസ്സുള്ളവരായിരിക്കും. എവിടെ? പിതാവിന്റെ രാജ്യത്തിൽ. അത് സ്വർഗമാണ്. സ്വർഗത്തിൽ കർത്താവിന്റെ പരിശുദ്ധിയിലും നീതിയിലും ജീവിച്ച ഒരാത്മാവും സൂര്യനെ പോലെ തേജസ്സുള്ള, ശോഭയുള്ള, പ്രകാശമുള്ള ആത്മാക്കളായിരിക്കും. വീണ്ടും 13:47 വായിച്ച്. മത്തായി 13:47. സ്വർഗരാജ്യം എല്ലാ തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. 44-ാമത്തെ വചനം 13:44 എന്താ പറയുന്നത്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. നിധിക്ക് തുല്യം, നിധിക്ക് തുല്യം. മാർക്കോസിന്റെ സുവിശേഷം 10:30 എന്താ പറയുന്നത്? ഇതെല്ലാം കർത്താവിന്റെ ടീച്ചിങ്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതല്ല ഇത്. പൗലോസ്ലീയുടെ പത്രോസ്ലീയുടെ പഠനമല്ല, വിശുദ്ധരുടെ പഠനമല്ല. ജീവിക്കുന്ന കർത്താവിന്റെ സത്യപ്രബോധനം. ഇത് കർത്താവിന്റെ പഠനമാണ്, കർത്താവ് നൽകിയ പ്രബോധനമാണ്. സ്വർഗത്തെ കുറിച്ച് ആ വചനം കൂടി നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്. ഇവിടെ വെച്ചു തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം, ഇറ്റേണൽ ലൈഫ്, കർത്താവിനോട് കൂടെയുള്ള നിത്യത, നിത്യമായ ജീവൻ. ആ നിത്യകത്തിൽ, ആ നിത്യ വസതിയിൽ ഈശോയുടെ കൂടെയുള്ളൊരു ജീവിതം കർത്താവ് പ്രോമിസ് ചെയ്യാണ്. തുടർന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യം, സ്വർഗമുണ്ടെങ്കിൽ സ്വർഗം എവിടെയാണ്? സ്വർഗം എവിടെയാണ്? സ്വർഗത്തിന് ലൊക്കേഷൻ എവിടെയാണ്? എന്നൊക്കെ നമുക്ക് ലൊക്കേഷനാണ്. സ്വർഗം എവിടെയാണെന്ന് ചോദിക്കുന്ന അനേകരുണ്ട് സഹോദരങ്ങളെ. നമ്മൾ പരിശുദ്ധ ബൈബിളിലോട്ട് നോക്കുമ്പോൾ കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പഠനങ്ങൾ, സഭയുടെ സത്യപ്രബോധനം, വിശുദ്ധരുടെ ജീവിത സാക്ഷ്യങ്ങൾ, സഭാപിതാക്കന്മാരുടെ ടീച്ചിങ്സ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സത്യമുണ്ട്. സ്വർഗം അത് ഉന്നതങ്ങളിലാണ്, അത് ഉയരത്തിലാണ് സഹോദരങ്ങളെ. സ്വർഗം ഉന്നതത്തിലാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 9, 10, 11 വചനങ്ങൾ ശ്രദ്ധയോടെ എല്ലാവരും വായിച്ച്, ആ ക്ഷീണമൊക്കെ മാറ്റി ഉണർവോടെ വായിച്ച്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ശ്രദ്ധിച്ച്, യേശു പോയത് എങ്ങോട്ടാ? താഴോട്ടല്ല പോയത്, ഭൂമിയുടെ അഗോധ ഇടങ്ങളിലേക്കല്ല കർത്താവ് പോയത്. അവൻ ഉന്നതങ്ങളിലേക്ക്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, ഉന്നതങ്ങളിലേക്ക്. സ്വർഗം എവിടെയാണ്? അത് ഉന്നതത്തിലാണ്. ദൈവത്തിന്റെ തിരുവചനം ശക്തമായി പഠിപ്പിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു. തുടർന്ന് എന്താ വചനം പഠിപ്പിക്കുന്നത്? ഒരു മേഘം വന്ന് അവൻ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. 10-ാമത്തെ വചനം, അവൻ ആകാശത്തേക്ക് പോകുന്നത് അവരെ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു,
അല്ലയോ ഗലീലയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു. ഉന്നതങ്ങളിലേക്കാണ് ഈശോ പോയത്. അപ്പൊ സ്വർഗം എവിടെയാ? ഉന്നതങ്ങളിലാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വചനം ശ്രദ്ധിച്ച് വായിച്ച്. വചനം പഠിക്കണം, വചനത്തിന് അഭിഷേകം നിറയണം, വചനത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉജ്ജ്വലിക്കണം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിന്റെയും എൻ്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയും. ആരോഹണം. ഈ ആരോഹണം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ഉന്നതമായൊരു സ്ഥലത്തേക്ക് കയറുക എന്നുള്ളതാണ്. ആരോഹണം ചെയ്യുക, ഉയരത്തിലേക്ക് കയറുക. അപ്പൊ സഹോദരങ്ങളെ, സ്വർഗം എവിടെയാ? സ്വർഗം എവിടെയാ? നമ്മൾ ആരും നേരിട്ട് സ്വർഗം കണ്ടിട്ടില്ലെങ്കിലും കർത്താവിൻ്റെ സത്യപ്രബോധനത്തിൽ നിന്ന്, സഭയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും, സ്വർഗം അത് ഉന്നതത്തിലാണ്, ഉയരത്തിലാണ്. വിശ്വസിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗത്തിൽ നമ്മളിന്നിപ്പോൾ ഇന്നെല്ലാവരും തുല്യരാണ്. പലരും ഫെമിനിസം, ഒരുപാട് ഇസങ്ങൾ ഇത് ലോകത്തിലുണ്ട്. എല്ലാവരും ഈക്വലാണ്, എല്ലാവരും തുല്യരാണ്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൽ വലിയവരുണ്ട്, ചെറിയവരുണ്ട്. സ്വർഗത്തിൽ തേജസ്സിൽ മാറ്റമുള്ളവരുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ എന്തുമാത്രം കർത്താവിനോട് ചേർന്ന് വിശ്വസ്തയോടെ ജീവിച്ചവോ അതിനനുസരിച്ച് സ്വർഗത്തിൽ നമ്മുടെ തേജസ് വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിൽ എല്ലാവരും സമന്മാരല്ല, തുല്യരല്ല സഹോദരങ്ങളെ. സ്വർഗത്തിൽ വലിയവരുണ്ട്, അവിടെ ശ്രേഷ്ഠന്മാരുണ്ട്, അവിടെ മഹത്വമുള്ളവരുണ്ട്. ആരാണ് ഇവരൊക്കെ? കർത്താവിനോട് ചേർന്ന് അത്രയും വിശ്വസ്തയോടെ ജീവിച്ചവര്, കർത്താവിനെ പ്രതി രക്തം ചിന്തി മരിച്ചവര്, കർത്താവിന്റെ വചനത്തിന് വേണ്ടി അത്രമാത്രം ജീവിതം ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിഞ്ഞു പോയവരെ. അത്രയും ശ്രേഷ്ഠമായ ആത്മാക്കളാണ് അവരെ. സഹോദരങ്ങളെ, തേജസ്സിൽ മാറ്റമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 11:11 ഉച്ചത്തിൽ വായിച്ച്. 11:11 എന്താ പറയുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല, എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ചെറിയവരും വലിയവരും സ്വർഗത്തിലുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5:19 വന്ന് 5:19 ചിലർക്ക് ഈ മെസ്സേജ് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല സഹോദരങ്ങളെ. എല്ലാം ഈക്വലാണ്, എല്ലാവരോടും സമന്മാരാണ്, തുല്യരാണ് എന്ന് ചിന്തിക്കരുത്. കർത്താവിനോട് കൂടെ അത്രമാത്രം ഐക്യപ്പെട്ട് ജീവിച്ച ആത്മാക്കൾക്ക് അവിടെ വലിയ തേജസ്സുണ്ട്, വലിയ മഹത്വമുണ്ട്. 5:19 ഉറക്കെ വായിച്ച്. ഈ പ്രമാണങ്ങളിൽ, കർത്താവിൻ്റെ കൽപ്പനകളിൽ, പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ആരാണ് സ്വർഗത്തിലെ ചെറിയവൻ? കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ കൽപ്പനകളിൽ നിസ്സാരമായത് ഒന്ന് ലംഘിക്കുക. അങ്ങനെ ലംഘിക്കുന്നവരെ, അത് ലംഘിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നവരെ അവരെ നരകത്തിൽ പോവില്ല. കാരണം അവർ കർത്താവിനെ സ്നേഹിച്ച ആത്മാക്കളാണ്. ഒരു ചെറിയ ലംഘനം വന്നു, അത് ശുദ്ധീകരിച്ച് അവരെ നിത്യജീവനിലേക്ക് കർത്താവ് പ്രവേശിപ്പിക്കും. കർത്താവ് പറയാ, അങ്ങനെയുള്ള ആത്മാക്കൾ സ്വർഗത്തിൽ ചെറിയവരാണ്. ഇനി സ്വർഗത്തിൽ ആരാണ് വലിയവര്? ഒന്നിച്ചു വായിച്ച വചനം. എന്നാൽ ആ പ്രമാണങ്ങൾ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ, അത് ലംഘിക്കാതെ, അനുസരണക്കേട് കാണിക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുകയും
അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഠിച്ചിരിക്കുന്ന വ്യക്തിയോട് പുഞ്ചിരിച്ചോട് പറഞ്ഞേ, വലിയവരും ചെറിയവരും സ്വർഗത്തിലുണ്ട്. പറഞ്ഞേ, വലിയവരും ചെറിയവരും സ്വർഗത്തിലുണ്ട്. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒന്ന് കരങ്ങൾ ഉയർത്തി, കർത്താവേ അഭിഷേകം തരണേ, സ്വർഗീയ അഭിഷേകം തരണമേ, സ്വർഗീയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ ആകുലതകള്, ജീവിതത്തിന്റെ നിരാശകള്, വിഷാദങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മ വരട്ടെ, പരിശുദ്ധാത്മ വരട്ടെ. പ്രത്യാശയുടെ ആത്മാവായി, സുജനത്തിന്റെ ആത്മാവായി, നിത്യജീവന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, ശക്തിയുടെ ആത്മാവായി, മഹത്വത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മ വരട്ടെ. കുടുംബങ്ങളിലേക്ക് വരട്ടെ, തലമുറകളിലേക്ക് വരട്ടെ, ഓരോ ജീവിതത്തിലേക്ക് വരട്ടെ. ആത്മാവിന്റെ തീ പടരട്ടെ, ആത്മാവിന്റെ കാറ്റ് വീശട്ടെ, ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. സകല കെട്ടുകളും പൊട്ടട്ടെ, എല്ലാ മുഖങ്ങളും പൊടിയട്ടെ, പൈശാചിക പിടികളടിയട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ ചിതറിപ്പോകട്ടെ. സ്തുതിക്കുന്നു. കർത്താവേ, നിത്യതയുടെ വെളിച്ചം നൽകണമേ, നിത്യജീവന്റെ പ്രത്യാശ നൽകണമേ. ഞങ്ങളെ പ്രത്യാശയിൽ വർദ്ധിപ്പിക്കണമേ, പ്രത്യാശയിൽ വർദ്ധിപ്പിക്കണമേ, പ്രത്യാശയിൽ വർദ്ധിപ്പിക്കണമേ. ഇരു കരങ്ങളുയർത്തി ഒറ്റ വിളി യേശുവേ. വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച പോരാ. പ്രത്യാശയുടെ അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം, പ്രത്യാശയിൽ വർദ്ധനവ്, പ്രത്യാശയിൽ വളർച്ച, പ്രത്യാശയിൽ വളർച്ച ആത്മാവേ നൽകണമേ. സ്തുതിക്കുന്നു. എനിക്ക് ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, എനിക്ക് ഉല്ലാസമുണ്ട്. എന്റെ കർത്താവ് എന്റെ പ്രാണപ്രിയനാണ്, അവൻ എന്റെ നിത്യജീവനാണ്, അവനാണ് എന്റെ പ്രത്യാശ. സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് ഓരെല്ലാവരും ശക്തിയോടെ കരങ്ങളടിച്ച് പാടിക്കേ. ആനന്ദമുണ്ട്, പാടിക്കേ. പഴയ ഗാനം. എന്റെ പ്രാണനാണവൻ, എന്റെ പ്രിയനാണവൻ. ചേർന്ന് പാട്. എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. ആദ്യ വരികൾ ശ്രദ്ധിക്കുന്നു. മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്നെ കൂട്ടായിട്ട് കൂടെയുള്ളവൻ. എന്നെ വീണ്ടെടുത്തവൻ, എന്റെ പ്രാണവല്ലവൻ, എന്നെ കൂട്ടായിട്ട് കൂടെയുള്ളവൻ. എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. എന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖവുമില്ല, ഭാരവുമില്ല. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. എന്റെ നിത്യനാണവൻ, എന്റെ രാജാവാണവൻ, എന്റെ പ്രിയനാണെന്നോർത്തുകൊള്ളുക. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, പ്രത്യാശയിൽ വർദ്ധിപ്പിക്കണമേ, പ്രത്യാശയിൽ വർദ്ധിപ്പിക്കണമേ, പ്രത്യാശയിൽ വർദ്ധിപ്പിക്കണമേ. സ്വർഗീയ പ്രത്യാശ നൽകണമേ, സ്വർഗീയ പ്രത്യാശ നൽകണമേ. പരിശുദ്ധാത്മാവേ, പ്രത്യാശയുടെ ആത്മാവായി എന്നെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ.
സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി കഷ്ടത സഹിച്ചവരെ, ത്യാഗമേറ്റെടുത്തവരെ, അത് പൂർണ്ണമായി അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ചവരെ, അവർ സ്വർഗത്തിൽ വലിയവരാണ്, മഹത്വമുള്ളവരാണ്. മഹത്വത്തിൽ, തേജസ്സിൽ വ്യത്യാസമുണ്ട്. പൗലോസ്ലീഹ ഈ സത്യസഭയെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 40 മുതലുള്ള വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ച്, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റെത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. 42-ാമത്തെ വചനം, ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. ഹല്ലേലൂയ. തേജസ്സിൽ മാറ്റമുണ്ട്. ഈ തേജസ്സുള്ള മാറ്റം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കർത്താവിനോട് ചേർന്ന് ഈ ലോകത്തിൽ എന്തുമാത്രം വിശ്വസ്തയോടെ നമ്മൾ ജീവിച്ചുവോ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ഈശോയോട് ചേർന്ന് മുന്നോട്ട് പോയവോ, അതിൻ്റെ വെളിച്ചത്തിലാണ് സഹോദരങ്ങളെ ഈ തേജസ്സിൽ മാറ്റമുള്ളതെന്ന് പരിശുദ്ധ വചനവും പരിശുദ്ധ സഭയും ഒരുപോലെ പഠിപ്പിക്കുകയാണ്. ഇനി വീണ്ടും നമുക്ക് ചിലർക്ക് സംശയമുണ്ട്, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമോ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാൻ പറ്റും പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് പോലെയുള്ളൊരു സിസ്റ്റമല്ല, ഇവിടെ കാണുന്ന പോലെയുള്ള ബന്ധങ്ങളും സ്വാധീനങ്ങളല്ല. പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പാതുവാൽ വിശ അന്തോണീസ് ആരാണ്, അസീസിൽ ഫ്രാൻസിസ് ആരാണ്, കൊച്ചുത്രേസി ആരാണ്, അബ്രഹാം പിതാവ് ആരാണ്, ഔസേ പിതാവ്, പരിശുദ്ധ അമ്മ മാതാവ്, വിശുദ്ധാത്മാ രക്തസാക്ഷികൾ, ഇവരൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അവരുടെ പേരും വ്യക്തിത്വം ഒന്നും മാറിപ്പോകുന്നില്ല സഹോദരങ്ങളെ. ഇത് പരിശുദ്ധ സഭയുടെ പഠനമാണ്. നമ്മുടെ കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു. എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങളെ വചനം ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 8:11 നിങ്ങൾ വായിച്ച്. കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ. ഇപ്പൊ മനസ്സിലാ അബ്രഹാം ആരാണ്, ഇസഹാക്ക് ആരാണ്, യാക്കോബ് ആരാ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു. നിരവധി ആളുകൾ വന്ന്, അതാരെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശ്വസ്തരായ ആത്മാക്കളാണ്, കർത്താവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ്, ഈ ലോകത്തിൽ കർത്താവായ ഈശോയെ സ്വന്തമാക്കി ജീവിച്ചവരാണ്, അതിനുവേണ്ടി എല്ലാം ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിഞ്ഞവരാണ്. ഈശോ പറയാണ്, അങ്ങനെയുള്ളവർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒപ്പം വിരുന്നിനിരിക്കും. ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 13:28, അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ കണ്ടു. അവർ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഓ, ഇതാണല്ലോ അബ്രഹാം, ഓ ഇതാണ് ഇസഹാക്ക്, ഇത് യാക്കോബ് പിതാവാണല്ലേ. നമുക്ക് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിൽ നിന്നും മുന്നമേ മരണപ്പെട്ടു പോയ നമ്മുടെ അപ്പൻ, അമ്മ, നമ്മുടെ സഹോദരി സഹോദരങ്ങള്, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്ന ഈ മാനുഷിക ബന്ധം പോലെയല്ല, ആ ഒരു സ്വർഗീയമായ ബന്ധം, ആ ഹെവൻലി റിലേഷൻ. ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഇതെൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ഭാര്യ, ഭർത്താവ്, എൻ്റെ സഹോദരൻ, സഹോദരി, എൻ്റെ മകൻ, മകൾ, എൻ്റെ പ്രിയപ്പെട്ടവര്, എൻ്റെ ഉപകാരികള്, സ്നേഹിതര്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സഹോദരങ്ങളെ. കത്തോലിക്ക സഭയുടെ മതബോധനം പരിശുദ്ധ സഭ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. CCC 1205 ഖണ്ഡികയിൽ എന്താണ് സഭ പറയുന്നത്? സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ചു വായിച്ച്. സ്വർഗത്തിൽ ജീവിക്കുക എന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ അവിടുന്ന് ജീവിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മുടെ പേരും വ്യക്തിത്വവും അതുപോലെ നിലനിർത്തുകയാണ്. ഒരു മാറ്റവും ഇല്ല സഹോദരങ്ങളെ, ഒരു മാറ്റവും ഇല്ല. അത് സ്വർഗീയ ശരീരമായിരിക്കുന്നു മാത്രം. ഈ മനുഷ്യ ശരീരമല്ല, സ്വർഗീയ ശരീരം, രൂപാന്തരപ്പെട്ട ശരീരം, തേജസ്സുള്ള ശരീരം, മഹത്വമുള്ള ശരീരം. ആ ശരീരമാണ് കർത്താവ് തരുന്നത്. എത്ര എത്ര ബ്ലെസ്സഡ് ആയൊരു അനുഭവ സഹോദരങ്ങളത്. നമ്മൾ എന്ത് വില കൊടുത്തും കർത്താവിനോട് കൂടെ ആ നിത്യമായ ഗേഹത്തിൽ നമുക്ക് വസിക്കണം. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനങ്ങളിൽ പാടുന്നില്ലേ? എന്താ പാടുന്നത്? നിൻ ഗേഹത്തിൽ വാഴുന്നവനോ പാർക്കുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ, ആരീഭൂമിൽ എൻ കർത്താവേ, ആരീഭൂമിൽ. നമ്മൾ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയുടെ സമാപനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി സ്വർഗത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? സ്വർഗരാജ്യ പ്രവേശനം ആർക്കുള്ളതാണ്? ഒന്നാമതായി വെളിപാട് പുസ്തകം 21-27 നമ്മൾ കണ്ടു. എന്താണ് നമ്മൾ കണ്ടത്? എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല സഹോദരങ്ങൾ. ഇത് കർത്താവിൻ്റെ കർശനമായ പോളിസിയാണ്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട ഒരു ആത്മാവിന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. ഇതേ സത്യമാണ് വെളിപാട് 20:15 വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത്. വെളിപാട് 20:15 ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. പേരെഴുതപ്പെട്ടവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിച്ചവരെ. ഈശോ പറഞ്ഞത് കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മൂന്നാമത് സഹോദരങ്ങളെ, വിശ്വാസത്തെ പ്രതി സഹിച്ചവരെ, വിശ്വാസത്തെ പ്രതി ജീവത്യാഗം സംഭവിച്ചവരെ, വിശ്വാസത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയവരെ, അവര് സ്വർഗം അവർക്കുള്ളതാണ് സ്വർഗം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 54-55 വചനങ്ങൾ എസ്തഫാനോസിന്റെ ജീവിതത്തിലൂടെ ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. എസ്തഫാനോസിന്റെ സുവിശേഷ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ട ജനക്കൂട്ടത്തിന് എന്തുണ്ടായി? അവരിത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. വലിയ ഒരു പീഡനമുണ്ടാവുകയാ. എസ്തഫാനോസിന് കൊട്ടിയ സകലത്തിലൂടെ പോണ്ടി വന്നു. കല്ലെറിഞ്ഞ് അവനെ കൊല്ലുന്നതാ പിന്നീട് കാണാൻ കഴിയുന്നത്. ഇവരെല്ലാം കോപാക്രാന്തരായി പല്ല് കടിച്ച് പാഞ്ഞെടുത്തു. അതിനുള്ള പ്രതിഫലം എന്തായിരുന്നു? ആ പീഡനത്തിന് സഹനത്തിനുള്ള പ്രതിഫലം എന്തായിരുന്നു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം, നിഷ്കളങ്കതയുള്ള കാപട്യമുള്ള ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഡ്യൂപ്ലിസിറ്റി ഉള്ളവർ. നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ളവരാകണം. നമ്മൾ നിർമ്മലരാകണം, നിഷ്കളങ്കരാകണം, കാപട്യമില്ലാത്ത. അതോടെ ഈശോ പറഞ്ഞത് ശിശുക്കളെ പോലെയാവുക, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അപ്പൊ കാപട്യമില്ലാത്ത നിഷ്കളങ്കരായ കർത്താവിന്റെ നീതിയിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് സ്വർഗമുണ്ട് സഹോദരങ്ങളെ.
വീണ്ടും ആത്മാവ് അറിയിക്കുകയാണ്, കർത്താവിനോടുള്ള സ്നേഹത്തിൽ വിശ്വസ്തരായി ജീവിച്ചവരെ. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വിശ്വസ്തരായി ജീവിച്ചവർ, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. വെളിപാട് 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങൾ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തരായിരിക്കുക. മരണം വരെ വിശ്വസ്തരായിരിക്കുക. ജീവന്റെ കിരീടം നിനക്കു ഞാൻ നൽകും. ജീവന്റെ കിരീടം അത് സ്വർഗഭാഗ്യത്തിലാണ്. കർത്താവിനോട് കൂടെ ഇറ്റേണൽ ഗ്ലോറിയിലായിരിക്കുമ്പോൾ തന്നോട് വിശ്വസ്ത പുലർത്തിയ ഓരാത്മാവിനും ജീവന്റെ കിരീടം കർത്താവ് സമ്മാനമായി കൊടുക്കും. റിവാർഡായി ജീവ കിരീടം കൊടുക്കുകയാണ്. ദ ക്രൗൺ ഓഫ് ലൈഫ്, ദ ക്രൗൺ ഓഫ് ലൈഫ്. ജീവന്റെ കിരീടം, ജീവന്റെ കിരീടം. വീണ്ടും ലോകത്തിന്റെ മേൽ, ഈ പാപത്തിന്റെ മേൽ, പിശാചിന്റെ മേൽ വിജയം നേടുന്നവർക്ക്, ജയം പ്രാപിക്കുന്നവർക്ക്, ഈ ലോകത്തിന്റെ മേൽ ജയാളികളായിട്ടുള്ള, പാപത്തിന്റെ മേലും തിന്മയുടെ മേലും ജയാളികളായിട്ടുള്ളവർക്ക്, അവർക്കുള്ളതാണ്, വിജയികൾക്കുള്ളതാണ് സ്വർഗരാജ്യം. വെളിപാട് പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്ന കർത്താവിൻ്റെ വചനങ്ങൾ എന്താണ്? വിജയം വരിക്കുന്നവർക്ക്, വിജയം വരിക്കുന്നവർക്ക്, വിജയം വരിക്കുന്നവർക്ക് ആവർത്തിച്ച് ആത്മാ പഠിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 3:5 വായിച്ച്, വെളിപാട് 3:5 എല്ലാവരും ഒന്നിച്ച് വായിച്ച്. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. വെള്ളവസ്ത്രം ധരിപ്പിക്കും. വിജയം വരിക്കുന്നവനാ വെള്ളവസ്ത്രമുള്ളത്. വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിന്ന് അവളുടെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയില്ല. വിജയം വരിക്കുന്നവരെ അവർ കർത്താവിനോട് കൂടെ ആ നിത്യത മുഴുവൻ സ്വർഗത്തിലാണ് സഹോദരങ്ങളെ. വീണ്ടും വെളിപാട് പുസ്തകം 3:12. വെളിപാട് 3:12 എന്താ പഠിപ്പിക്കുന്നത്? വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. സ്വർഗത്തിൽ, ആ സ്വർഗീയ മഹത്വത്തിൽ, ആ സ്വർഗീയ വസതിയിൽ ഞാൻ അവനെ എൻ്റെ സാന്നിധ്യത്തിന്റെ സ്തംഭമാക്കി ഉയർത്തും. സഹോദരങ്ങൾ, എത്ര മനോഹരമായ പ്രോമിസുകളാണ്, എന്തുമാത്രം വാഗ്ദത്തങ്ങളാണ് സ്വർഗത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവനെ മുറുകെ പിടിച്ച് കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുന്നവരായി നമ്മളെല്ലാം മാറ്റപ്പെടുവാൻ ഇവിടെ നമ്മൾ അധ്വാനിക്കണം. അപ്രകാരം ഒരു ജീവിതം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. മരിച്ചു പോയതിനു ശേഷമല്ല, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. എങ്ങനെയുള്ളൊരു ജീവിതം? കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുമാറുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ ഞാനും നീയും ജീവിക്കുമ്പോൾ കർത്താവിനോട് കൂടി നിത്യത മുഴുവൻ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പ് തരികയാണ്. ആത്മാവ് ഉറപ്പ് തരികയാണ്. വിജയം വരിക്കുന്നവനെ ഞാൻ വെള്ളവസ്ത്രം ധരിപ്പിക്കും. അവളുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറ്റിക്കളയുകയില്ല. സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ, കർത്താവുമായിട്ടുള്ള വിട്ടുപിരിയാത്തൊരു ബന്ധത്തിലായിരിക്കുവാൻ, അവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ, കർത്താവിൻ്റെ സഭയെ സ്നേഹിക്കുവാൻ, കർത്താവിനായി ആത്മാക്കളെ നേടുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ആത്മാവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. അഭിഷേകത്തിൻ്റെ ഫയർ അനേകം ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തലമുറകളിലേക്ക് കത്തിപ്പടരട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് കണ്ട് നമുക്ക് ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ടീം ഷെക്കീനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഡുനാമിസ് പവർ ധ്യാനം ഇനി 2 ദിനങ്ങളെ ബാക്കിയുള്ളൂ. ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ ആരംഭിച്ച്
ഡിസംബർ 6 വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെ ഈ ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന ഒരു പ്രവാചക നിരയായി നമ്മൾ ഉജ്ജ്വലിക്കപ്പെടുവാൻ, നമ്മൾ തീ പിടിച്ച ആത്മാക്കളായി, കർത്താവിൻ്റെ തീയുള്ള ആത്മാവിൻ്റെ സാന്നിധ്യമുള്ള ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ യുവജനങ്ങളെല്ലാം അഭിഷേകത്തിൽ നിറയുവാൻ, നമ്മുടെ സമർപ്പിതരും വന്യ വൈദികരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ തീ നാവുകളായി കത്തിജ്വലിക്കുവാൻ സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പ്രാർത്ഥന ചോദിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് വരാൻ ഏതെങ്കിലും ഒരു സാധ്യത കർത്താവ് ഒരുക്കി തരുന്നുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കരുത്, അലസത കാണിക്കരുത്, സ്നേഹത്തോടെ കടന്നു വരണം. അത് പരിശുദ്ധാത്മ തരുന്നൊരു ആഹ്വാനമാണ്. ആത്മാവാണ് നിങ്ങളെ വിളിക്കുന്നത്. സ്നേഹത്തോടെ കടന്നു വന്ന് നമുക്ക് ഈ 5 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ചാണ്, നമുക്ക് ഒരുമിച്ച് പരസ്പരം കാണാം സഹോദരങ്ങളെ. ഒത്തിരി പേര് ഇവിടേക്ക് വിളിക്കാറ് ഞങ്ങൾക്കൊന്ന് കാണണം, ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊന്നിച്ച് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ സ്വർഗം തരുന്ന നല്ലൊരു സമയമാണിത്. പറ്റുന്നവരൊക്കെ നിങ്ങൾ ആ ശുശ്രൂഷയിലേക്ക് വരിക. മാതാപിതാക്കൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കി പറഞ്ഞയക്കുക. ബഹുമാനപ്പെട്ട എൻ്റെ അമ്മമാരെ സമർപ്പിതരെ, തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിന് ഒരു ബ്ലെസ്സിങ് ആക്കി പരിശുദ്ധാത്മാവ് മാറ്റും. ഒരിക്കലും അത് നഷ്ടമാവുകയില്ല. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു ആത്മശുദ്ധീകരണത്തിൽ നമ്മളെല്ലാം കടന്നു വന്ന് നമുക്കൊന്നിച്ച് കൂട്ടമായൊരു അഭിഷേകം ഈ തലമുറയ്ക്ക് വേണ്ടി കർത്താവിൽ നിന്ന് ഏറ്റെടുക്കുവാനായിട്ട് ഒരുങ്ങാം. സാധിക്കുന്ന നിങ്ങൾ ആ ഫോൺ നമ്പറുകൾ നോക്കിക്കേ, അത് നിങ്ങൾ കുറിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് ഇന്ന് രാത്രിയിലോ നാളെയൊക്കെ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ പരമാവധി ഉറപ്പ് വരുത്തുക. അതുപോലെ ധാരാളം പേരെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ നയിക്കുക. നിങ്ങൾ ഈ ദിവസങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ പറയുന്നത്, ഞാൻ ഈ ദിവസങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളോട് പറഞ്ഞായിരുന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് സഹോദരങ്ങളെ. മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടിയ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വളരെ ഭീമാകാരമായൊരു 3-4 മാസം കൊണ്ട് നമുക്ക്, കാരണം ഇതൊരു യൂട്യൂബ് ചാനലോ കേബിൾ ചാനലല്ല, ഒരു സാറ്റലൈറ്റ് ടെലിവിഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഭീമാകാരമായിട്ടുള്ള, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഭീമാകാരമായ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ നമുക്കിവിടെ അതിന് കാര്യങ്ങൾ നടന്നു പോകാനൊക്കെ ആയിട്ട് നമ്മൾ ശക്തമായ ടീം ഷെക്കേന മുട്ടുകുത്തി ഈ ദിവസങ്ങളൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവിക ഇടപെടലിന് വേണ്ടി, കർത്താവിൻ്റെ ഒരു കാറ്റ് ഈ വിഷയത്തിൽ വീശാവാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം. കഴിയുന്ന പോലെ നിങ്ങൾ ഈ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കഴിയുന്ന പോലെ നിങ്ങൾ സഹായിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ സ്നേഹത്തിൻ്റെ സമർപ്പണം നിങ്ങൾ മറക്കരുത്. ഈ ശുശ്രൂഷയെ നമുക്കിത് ഒന്നിച്ച് നിലനിർത്തണം. കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി ഈ മാധ്യമ ശുശ്രൂഷയെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ചാനലാണത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നന്നായി സഹായിക്കുക. ഞെരുക്കത്തിലുള്ളവരെ ഞെരുക്കത്തിൽ നിന്ന് 50 രൂപ, 5 രൂപ, 5, 10 രൂപ, 10 രൂപ നിങ്ങളത് അയക്കുമ്പോൾ അതോട് വലിയൊരു ബ്ലെസ്സിങ് ഈ ആലയത്തിന്, ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് കർത്താവ് തരും. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി മക്കളുണ്ട്. നിങ്ങൾ കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ വചനത്തെ പ്രതി സ്നേഹത്തോടുകൂടി നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യണം. പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് നിന്ന് പോണത്. സഹോദരങ്ങളെ, ഇത് കർത്താവ് തരുന്ന ഒരു ആലോചനയായി, ഇത് ആത്മാവിൻ്റെ ഒരു ശബ്ദമായി സ്വീകരിച്ച് നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയുടെ നിലനിൽപ്പിന് വേണ്ടി സഹകാരികളാകുവാൻ തിരുസ്നേഹത്തോടെ ഈശോയുടെ നാമത്തിലെ താല്പര്യപ്പെടുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും തലമുറകളെയെല്ലാം കർത്താവ് തൻ്റെ ആത്മാവിനാലും തൻ്റെ വചനത്താലും അനുഗ്രഹിക്കട്ടെ.